dark. 'Cause once you let the light in, you won't see the. എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ ഇഡ്ഡലി ചട്നിയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഇവിടെ മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ അഞ്ചു എത്തിയിട്ടില്ല പള്ളിയിൽ നിന്ന്. അഞ്ചിൻ്റെ ക്യാറ്റസ് കഴിഞ്ഞിട്ടില്ല. അഞ്ചു വന്നിട്ട് വേണം അഞ്ചുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലി ചട്നിയൊക്കെ ഇവിടെ റെഡിയാണ്. ഞാനിത് താളിച്ചൊഴിക്കാനൊന്നും പോയില്ല, എളുപ്പപ്പണിയാണ്. അതുകൊണ്ട് താളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അരച്ചെടുത്തതേ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ്. പക്ഷേ ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് ഇത്രയും മീൻ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ചേട്ടൻ എന്നെ സഹായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2 കിലോ മത്തി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കേരളത്തിലെ ഐറ്റംസൊക്കെ കൊണ്ടുവരുന്ന ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇന്നലെ. അപ്പം ഇനി അതെടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പം നല്ല മത്തിക്കറി, അതുപോലെ തന്നെ സമയം കിട്ടിയാൽ ഇത്തിരി മത്തി എടുത്ത് വറക്കണം എന്നുണ്ട്. പിന്നെ തോരൻ ഉണ്ടാക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ല അടിപൊളി ഫ്രഷ് അമരപ്പയർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മെനു വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാവുമെന്നൊന്നും അറിയില്ല, കാരണം മീൻ നന്നാക്കി വരുമ്പോഴേക്കും ഒരു സമയമാവും. ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്നത്. ചേട്ടൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 5 എത്തിയെന്ന് തോന്നുന്നു അല്ലേ? 5 എത്തിയില്ലേ? 5 എത്തി. എന്തുണ്ട് വിശേഷം? ഓക്കെ, ഞങ്ങളിവിടെ മീനൊക്കെ നന്നാക്കാനുള്ള ആരംഭത്തിൽ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നാക്കാനുള്ള സെറ്റപ്പാണ്. ഈ ഉള്ള ഏരിയയിലൊക്കെ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. കാര്യങ്ങളൊക്കെ ഞാൻ നീക്കി വെക്കണം. നമ്മുടെ കിച്ചൺ ചെറിയ കിച്ചണാണ്. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വേണം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാനായിട്ട്. പിന്നെ നല്ല ഫ്രഷ് മീനാട്ടോ, കണ്ടിട്ട് നല്ല ഫ്രഷായിട്ട് തോന്നിയത്. ഞങ്ങളെല്ലാവരും തന്നെ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ 2 കിലോ വാങ്ങിയിട്ടുണ്ട്, വറുക്കാനും കറി വയ്ക്കാനൊക്കെ വിചാരിച്ച്. ഇത് എന്തിനാ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വിരിച്ചിട്ടാൽ പിന്നെ അധികം വെള്ളവും അഴുക്കും ഇതിൻ്റെ സ്മെല്ലൊന്നും അധികം വരില്ലല്ലോ. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് വിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് പ്ലേറ്റ് മാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടേക്കൊക്കെ ആവും. ഇവിടെ ആവാതിരിക്കാനുള്ള എൻ്റെ ഒരു വിദ്യകളാണ് ഇതെല്ലാം. തെറിച്ചാൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെയല്ലേ തെറിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ആയിട്ടൊക്കെയുള്ള പോളിത്തീനുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കവറുകൾ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായി. ഞാനിങ്ങനെയൊക്കെ ആട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്പേസ് ഉള്ളവർ അല്ലെങ്കിൽ പറമ്പിലൊക്കെ കൊണ്ടു വെച്ച് ക്ലീൻ ആക്കാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ സൗകര്യമൊക്കെയുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു ചെറിയ ക്വാർട്ടേഴ്സ്, ചെറിയ കിച്ചൺ എവിടെയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടേക്കും കൂടെ ഒരെണ്ണം വേണം. ഇനി നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കുറച്ച് ഇതിനെവിടെ ഇടാം. ഇനി ഇതിൻ്റെ എല്ലാം മുകളിൽ കൂടെ കുറച്ച് ന്യൂസ് പേപ്പറുകളും വിരിച്ചിടാം. ഇപ്പം സെറ്റപ്പായില്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? അടിപൊളിയല്ലേ? അപ്പം ഇനിയിപ്പോൾ ഇവിടേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ കിടന്നോളും. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കിടന്നോളും. നമ്മുടെ മെയിൻ ഇത് ഞാനൊരു പഴയ കട്ടിങ് ബോർഡ് എടുത്തേക്കുന്നത്. ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യും. ക്ലീനാക്കാൻ നമുക്ക് അരിക്കിടാം. പിന്നെ ഇവിടെ എൻ്റെ കത്തി, ഇവിടെ എൻ്റെ കത്രിക. ഇത് ഞാൻ പുതിയത് വാങ്ങിയതായിരുന്നു കേട്ടോ, നല്ല കത്രികയത്. പിന്നെ ഇത് നമ്മുടെ പൊട്ടറ്റോ പീലർ. ഇതെന്തിനാന്ന് വിചാരിക്കണ്ടാവും നിങ്ങൾ. ഇത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള ചെതമ്പൽ ഇങ്ങനെ കളയാനായിട്ട്. നമുക്ക് ആരംഭിക്കാം. ക്ലീനിങ്ങിന് മുമ്പ് നമ്മുടെ ഏപ്രനും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ മേത്തേക്ക് എങ്ങാനും തെറിക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ മേത്തേക്കല്ലേ തെറിക്കുള്ളൂ, നമ്മുടെ മേലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇവിടെ എപ്പോഴും നല്ല തണുപ്പാണ്, ഒരുവിധം നല്ല തണുപ്പുണ്ട്. എന്ന് വെച്ച് ഓവറൊന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ടേക്കുന്നത്. സ്വെറ്റർ ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം തണുപ്പുണ്ട്. സ്വെറ്റർ, സോക്സ് എല്ലാം മസ്റ്റാണ്.
ഇത് ഞാൻ നൊയമ്പൊക്കെ തുടങ്ങുന്നതിന് മുൻപെടുത്ത ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങിയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇറച്ചിക്ക് മീനൊക്കെ നൊയമ്പാണ്. അപ്പോൾ അന്ന് മീൻ വാങ്ങിച്ച സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അല്പം തിരക്കായതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ വൈകിയതാട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ചെതമ്പൽ കളഞ്ഞ് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഇതിൻ്റെ കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലും തലയും സൈഡിലൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ ചേട്ടൻ വേഗം കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വേഗം ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2 കിലോ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല നേരം പിടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ തുടങ്ങട്ടെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാനൊക്കെ റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അതേ നമ്മൾ മീനെല്ലാം നല്ലപോലെ തന്നെ ക്ലീനാക്കി വാഷ് ചെയ്ത് ഞാൻ എന്താ മസാലയൊക്കെ തിരുമ്മി വെച്ചേക്കാണ്. അപ്പോൾ ഇത് വറുക്കാനുള്ളതും ഇത് കറി വയ്ക്കാനുള്ളതും അങ്ങനെ 2 പാത്രങ്ങളിലായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അധികം സമയം എടുത്തിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റപ്പാക്കി ഒന്ന് വരാനായിട്ട്. പിന്നെ ചേട്ടൻ കുറേ സഹായിച്ചു. അതുകൊണ്ട് മീൻ ക്ലീൻ ചെയ്തതിലൊക്കെ കുറേ സഹായിച്ചു തന്നു. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ അമരപ്പയർ ഇതിൻ്റെ ഞെട്ടി വാലൊക്കെ കളഞ്ഞ് 2 തുമ്പും ഒക്കെ കളഞ്ഞ് വാഷ് ചെയ്തൊക്കെ എടുത്ത് ഇതും വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് കുടംപുളി തിളപ്പിക്കാനായിട്ട് ഇവിടെ അടുപ്പത്ത് വെച്ചേക്കണം. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇപ്പോൾ തള വരുന്നത്. അപ്പോൾ ഞാനിനി ഓഫാക്കണത്. പിന്നെ നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയൊക്കെ വാഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കട്ടിങ് വർക്കുകൾ കുറച്ചുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി ആദ്യം റൈസിൻ്റെ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇതിനകത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ UP-യിൽ വയ്ക്കുന്ന സെയിം റൈസാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ അരിയൊക്കെ കഴുകി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ പണി എനിക്ക് ചേട്ടൻ ചെയ്ത് തന്നു കേട്ടോ. ഈ ജോലി അങ്ങനെ എളുപ്പമായി. അപ്പോൾ ഇത് അരിയൊക്കെ വാഷ് ചെയ്തതിലിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ശകലം ഉപ്പും പിന്നെ ഒത്തിരി വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഈ റൈസ് ഇവിടെ നാവുമ്പോഴേക്ക് നമുക്ക് ഇവിടെ അടുപ്പത്ത് മീൻ കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. പിന്നെ നമുക്കിവിടെ മീൻ കറിക്കുള്ള 2 പാലും ഞാൻ തേങ്ങ പാല് വീണിട്ടുണ്ടെന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ചേട്ടൻ ചെയ്തു തന്നു. തേങ്ങാപ്പാൽ ഇത് അവിടെ 1-ാം പാലും 2-ാം പാലും ഒക്കെ റെഡി ചെയ്യണം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇവിടേക്ക് നീക്കി വെച്ചിട്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. കാരണം ഓൾറെഡി ചട്ടി അടുപ്പത്താണ്. നമുക്ക് വേഗത്തിൽ ഇനി സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവോളയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ചേട്ടനോട്. അപ്പോൾ ഞാൻ മീനിൻ്റെ വർക്കായിരുന്നു ക്ലീനിങ് കാര്യങ്ങളൊക്കെ. ആ സമയത്തേക്ക് അതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തന്നു. സവോള, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അപ്പം എൻ്റെ ജോലി എളുപ്പത്തിൽ തീരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരിത്തിരി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ആട്ടോ ചേർക്കണേ. വെളിച്ചെണ്ണ ഞങ്ങൾക്കൂടെ നല്ല പോലെ തന്നെ കട്ടയായിട്ട് ഇരിക്കുകയാണ്. തണുപ്പാണല്ലോ. അപ്പോൾ അത് തന്നെ ഇപ്പം ഞാനിതിൽ നിന്ന് തുറന്ന് വെളിച്ചെണ്ണയുടെ സ്ഥിതി ഉണ്ടോ. ഇതാണ് വെളിച്ചെണ്ണ ബോട്ടിൽ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇതിന് ഞാൻ ഇത്തിരി ഇങ്ങനെ കോരിയിടാണ് എനിക്ക്. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരിത്തിരി കടുകും അതുപോലെ തന്നെ ഇത്തിരി ഉലുവയും ചേർക്കുന്നുണ്ട് കേട്ടോ. കടുകിട്ട് കഴിഞ്ഞ് ഇത്തിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഞാനിപ്പോൾ അതേ സവോളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സവോളയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകാം കേട്ടോ. നമ്മുടെ മസാല ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ശകലം മഞ്ഞൾപ്പൊടി,
നമ്മൾ ഓൾറെഡി മസാലയൊക്കെ തിരുമ്മി ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് ഞാൻ തിരുമ്മി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇനി ഇത്തിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എരിവിനുള്ള മുളക് പൊടി. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇത് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളർ കിട്ടാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ ഞാൻ ഇത്തിരി ഫിഷ് മസാല ഇതും കൂടെ ഈസ്റ്റേണിൻ്റെ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫിഷ് മസാല. അപ്പോൾ ഞാൻ മസാലയ്ക്കൊന്ന് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തിളപ്പിച്ച് വെച്ച കുടംപുളിയുടെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും പുളിയും എല്ലാം കൂടെ. അപ്പോൾ അത് ഇവിടെ റെഡി ചെയ്യണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കും. ഈ ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വയ്ക്കണം. റൈസ് ഇവിടെ കുക്കായി ഞാൻ ഓഫാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. പിന്നെ അമരപ്പയറിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം മീൻ കറീനെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ ഇവിടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 2 പാലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണം. കാരണം മത്തി വേവാൻ നമുക്ക് ഒത്തിരി സമയം വേണ്ടല്ലോ, വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ കറിയിൽ നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ വേറെ അടുപ്പുമ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പാനും ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഇനിയായിട്ടോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ മത്തിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ, നല്ലൊരു അടിപൊളി ടേസ്റ്റും. അപ്പോൾ നമ്മൾ ഒഴിച്ചേർന്ന തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് പയ്യെ ഇതൊക്കെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ കിടന്നത് വേവട്ടെ. ഈ സമയത്ത് നമുക്കിനി വേഗം ഫ്രൈ ചെയ്യാനുള്ള ഫിഷും കൂടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ ഒരു സെറ്റ് മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള ഫിഷ് ഇത്രയ്ക്ക് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ എടുത്ത് വയ്ക്കണം. ഫ്രൈ ചെയ്യാൻ തോന്നുന്ന സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ അവിടെ അടുപ്പത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ കറി ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്ലെയിം ഇത്തിരി കുറച്ചാണ് ഇട്ട് വെച്ചേക്കണം, തിളച്ച് പോകാതിരിക്കാനായിട്ട്. ഇനി അടുത്ത് നമുക്ക് അമരപ്പയറിനൊന്ന് തോരനാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വേഗം ഒരു സവോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ട് നമ്മുടെ തോരനിലേക്ക്. പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഞാൻ ഇവിടെ വെച്ച് ചതയ്ക്കുന്നു. ഇനി എനിക്ക് അമരപ്പയർ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഫ്ലെയിം കുറച്ചിടാം. ഒരു 1/2 വേവ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഫിഷ് ഒന്ന് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിഷ് കറി ഒന്ന് നോക്കാം. അപ്പം ഞാനങ്ങനെ കനം കുറച്ചതായി ഈ രീതിയിലായിട്ടോ കട്ട് ചെയ്തെടുത്തേക്കണം. നമുക്ക് ഫിഷ് കറി ഒന്ന് തുറന്ന് നോക്കാം. ഫിഷ് കറി ഇതവിടെ നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. അപ്പോൾ നമ്മളൊന്ന് അമ്പാൽ ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇനി നീക്കി വയ്ക്കണം. നമ്മുടെ കറി റെഡിയായി. പിന്നെ ഇവിടെ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇവിടെ നമ്മുടെ ഫിഷ് ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറി നമ്മുടെ സെറ്റായി. ഇനി നമുക്കിതാ ഈ ഗ്യാസ് മേലേക്ക് പാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാൻ കേട്ടോ. പാനും ചൂടാവട്ടെ. അതിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഫ്രൈ ഒന്നും കൂടെ ഒന്ന് മരിഞ്ഞോട്ടെ. ഒന്നും കൂടെ മരിഞ്ഞിട്ട് ഓൾറെഡി ആയിട്ടുണ്ട്. എന്നാലും 2 മിനിറ്റ് കൂടെ ഒന്ന് മരിഞ്ഞ് കിട്ടിയാൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ പാനൊക്കെ നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എനിക്ക്. അപ്പോൾ ഇതാ ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ സവോളയും മുളകും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുകൂടി കിടന്നൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിനി ഫിഷ് ഫ്രൈ മാറ്റാം. കാരണം ഫിഷ് ഫ്രൈ ഓൾറെഡി നല്ലപോലെ പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ സെറ്റായി. ബാക്കി ഫിഷ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇനി പാകെ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അമരപ്പയറുതായിട്ട് കൊടുക്കണം. ഞങ്ങളിതിനോട് UP പറയുന്നത് സേം കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഞങ്ങളിതിനെ പറയുന്നത് സേം. ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതേ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് സേമിൻ്റെ സബ്ജിയാണ് എന്ന് പറഞ്ഞാൽ അമരപ്പയറിൻ്റെ ഉപ്പേരിയാണെന്ന് അർത്ഥം. ഞങ്ങൾ ഉപ്പേരിനെ പറയുന്നത് സബ്ജി എന്നാണ് ഇവിടെ ഹിന്ദിയിൽ. പിന്നെ അമരപ്പയറിനെ പറയുന്നത് സേം എന്നും. അപ്പോൾ സേമിൻ്റെ സബ്ജി. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പോൾ നമുക്കിനി കുറച്ച് സമയമായിട്ടുണ്ട്. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇളക്കിയിട്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അടച്ചു വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ അമരപ്പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതല്ലാട്ടോ ശരിക്കും പറഞ്ഞത്. തേങ്ങ കൊത്തായിട്ട് കിട്ടിയതിന് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്ന കേട്ടോ. പിന്നെ കൊപ്ര പോലെ വന്ന തേങ്ങേനെ നമുക്ക് ചിരണ്ടിയെടുക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ രീതിയിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പേരിക്കൊക്കെ ഒരു നല്ല ടേസ്റ്റോടെ നമ്മൾ തേങ്ങ ചേർത്താൽ. പക്ഷേ ഇത് പച്ച തേങ്ങയല്ല എന്ന് മാത്രം, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള തേങ്ങ. അപ്പോൾ ഈ തേങ്ങയും കൂടി ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലഞ്ച് റെഡി. ഞാൻ ഒന്നും കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട് തേങ്ങയിലൊക്കെ ഒന്ന് ആവി കയറാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് റെഡിയായി. ഇവിടെ റൈസിൻ്റെ കുക്കറൊന്ന് നോക്കട്ടെ. ഇതാ അവിടെ നല്ല ചൂടൻ റൈസ്. അപ്പോൾ ചോറ് റെഡി. പിന്നെ ഇവിടെ നമ്മുടെ ഫിഷ് കറി. പിന്നെ ഇവിടെ നമ്മുടെ ഫിഷ് ഫ്രൈ ഞാൻ എന്താ അങ്ങോട്ടേക്ക് എടുക്കാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് അപ്പോൾ കുറച്ച് സമയമായി. അപ്പോൾ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ഇവിടെ റെഡിയായി. ഞാൻ എന്താ ഇനി ഫ്ലെയിം ഓഫാക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ സൂപ്പർ ലഞ്ച്, സൺഡേയിലത്തെ ലഞ്ച് റെഡിയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പേരിയും എല്ലാം റെഡി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ സൺഡേ ലഞ്ച് പ്രിപ്പറേഷൻ. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾ ഒട്ടും തന്നെ മടിക്കരുത്. നിങ്ങളുടെ കമൻസിനൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.